മനുഷ്യന്മാര് പേടിക്കാത്തത് പ്രിയമുള്ളവരെ, ഈ ലോകമെന്ന് പറയുന്ന ക്ഷണികമാ. എന്താണ് ലോകത്തെ കുറിച്ച് ക്രിസ്തു പറഞ്ഞത്? ഈ ലോകത്തിലെ ജീവിതം എന്ന് പറയുന്നത് ഒരു തുള്ളി ജലം കടലിൽ നിന്ന് എടുക്കുന്ന, ഒരു വിരൽത്തുമ്പിൽ മുക്കിയെടുക്കുന്ന ഒരു തുള്ളി ജലം പോലെയാണ് ഈ ലോകത്തിലെ ജീവിതം. അത്രയേ ഉള്ളൂ. എന്നാൽ മരണത്തിന് ശേഷം എന്നേക്കും പരമപരിശുദ്ധനായ ദൈവത്തോടൊത്ത് മനുഷ്യന് വാഴാൻ കഴിയുന്ന അസുലഭമായ സൗഭാഗ്യമാണ് സ്വർഗ സൗഭാഗ്യം. അതേ പ്രിയരെ, ഇതാണ് ക്രിസ്തു, ഇതാണ് ക്രിസ്ത്യാനി. ഈ സുവിശേഷത്തിലേക്കാണ് ക്രിസ്ത്യാനി മനുഷ്യനെ ആഹ്വാനം ചെയ്തത്. നിത്യജീവൻ, നിത്യരക്ഷ, പാപത്തിൽ നിന്നുള്ള വിടുതല്, പാപത്തെ ഉപേക്ഷിക്കല്, ഇതാണ് മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം. പാപം ചെയ്യുക, പാപം ചെയ്യുന്നവൻ പിശാചിൽ നിന്നുള്ളവനാണ്. പിശാച് ആദ്യം മുതലേ നുണയനും നുണയന്റെ പിതാവുമാണ്. അവൻ മനുഷ്യനെ നാശത്തിലേക്ക് നയിപ്പിക്കുക. 7 മൂലപാപങ്ങൾ മനുഷ്യനിൽ നിക്ഷേപിച്ചു നൽകി. അഹങ്കാരം, അസൂയ, വെറുപ്പ്, മോഹം, കോപം, അലസത, മൂഢത, അജ്ഞത, ഇതുപോലെയുള്ള 7 മൂലപാപങ്ങൾ മനുഷ്യനെ പരസ്പരം ഭിന്നിപ്പിക്കുന്നു. ഇവിടെയുള്ള ആരെയും വെറുക്കാൻ നമുക്ക് കഴിയില്ല. ഇവിടെയുള്ള എല്ലാ മനുഷ്യരും എന്റേതാണെന്ന് എനിക്ക് നല്ല ബോധമുണ്ട്. നിങ്ങളെ വെറുത്താലും നിങ്ങളെ വെറുക്കാതിരിക്കാനുള്ള മനോവിശാലത നമുക്കുണ്ട്. നിങ്ങളെല്ലാം എന്റേതാണ്, ഞങ്ങളുടേതാണ്. നിങ്ങൾ ഒരു മനുഷ്യൻ പോലും ഈ പിശാചിന്റെ വഞ്ചനയിൽ അകപ്പെട്ട് നരകത്തിൽ പോകരുത്. ഒരു മനുഷ്യൻ പോകരുത്. ക്രിസ്ത്യാനി മാത്രം പോയാൽ പോരെ. ഇവിടെ ഇപ്പോ ക്രിസ്ത്യാനി, എന്റെ പ്രിയരെ, ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മാത്രമേ ബൈബിൾ പഠിച്ചിട്ടുള്ളൂ. എന്നാൽ ബൈബിൾ പണ്ഡിതരായ പുരോഹിതര് ദേവാലയത്തിൽ സുവിശേഷം പറയുന്നുണ്ട്. ആർക്ക്? ക്രിസ്ത്യാനികൾ മാത്രം അത് കേൾക്കും. അതാ ഞാൻ എപ്പോഴും ക്രിസ്ത്യാനികളെ മാത്രം സുവിശേഷം കേൾക്കും. അത് മതിയോ? പോരാ. ക്രിസ്ത്യാനിയെ മാത്രം സ്നേഹിക്കുന്ന ഒരു ദൈവമല്ല കർത്താവ് എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ഈ കാഴ്ചയില്ലാത്തപ്പോഴും ഇല്ലാത്തപ്പോഴും തപ്പിത്തടഞ്ഞ് ഈ വടകര മുതൽ മഞ്ചേരി വരെ ഈ ദൈവവചനം പ്രഘോഷിക്കാൻ ഞാൻ പോകാൻ കാരണം, എനിക്കിവിടെയുള്ള മുഹമ്മദിനെ സ്നേഹിക്കണം. എനിക്കിവിടെയുള്ള അഷറഫ് എന്റെ സഹോദരനാണ്. ക്രിസ്തു അതാ കാണിച്ചതെന്ന്. ക്രിസ്തു അതാണ് സത്യവും. ഇവിടെയുള്ള വേലായുധൻ എന്റെ പ്രിയപ്പെട്ട മകനാ, എന്റെ സഹോദരനാണ്. അവനെ സ്നേഹിക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല. അതുകൊണ്ടാണ് ഈ സുവിശേഷം തെരുവിൽ നിന്ന് പറയുന്നത്. ഞങ്ങൾ പണ്ഡിതരല്ല, വളരെ കുറച്ച് അറിവ് മാത്രമേ അറിയത്തുള്ളൂ. അത് നിങ്ങളോട് പറയുന്നത്, നിങ്ങളോ ഒരു മാന്യ സദസ്സായി പോടും. തെരുവ് എന്ന് പറയുന്നത് വ്യത്യസ്ത ജനവിഭാഗം ഉൾക്കൊള്ളുന്നവര്, വലിയ ജ്ഞാനികള്, വലിയ അറിവുള്ളവരൊക്കെ ഈ സമൂഹത്തിലുണ്ട്. ചുറ്റുപാട് ഗ്രാമങ്ങളിൽ